അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സ് നിങ്ങൾ മിസ്സാവും എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പൊ നമ്മൾ എവിടെ നിന്ന് ചെയ്യുന്നു എന്നുള്ളതല്ല, ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇവിടെ വരുന്നുണ്ട്, അതുപോലെ തന്നെ കപ്പാസിറ്റിയും വരുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി ക്യാപ്ചർ ചെയ്യണമെങ്കിൽ അത് ഏത് തരത്തിലുള്ള ബിസിനസിന്റെ ഓർഡേഴ്സ് വരുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കൊളാബറേഷൻസ് ആയിരിക്കാം, ഇതെല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ബിസിനസ്സിലുണ്ടാവും. പക്ഷെ അത് ക്യാപ്ചർ ചെയ്യുന്ന ഒരു കപ്പാസിറ്റി വേണം. അപ്പൊ എല്ലാവർക്കും അവർക്ക് ആ കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം റിയലൈസ് ചെയ്തിട്ട് നിങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഓർഡർ, അതായത് ചിലപ്പോൾ 1 കോടിയുടെ 2 കോടിയുടെ ബിസിനസ് ആയിരിക്കും. ഈ ബിസിനസ്സിൽ നിങ്ങളുടെ കപ്പാസിറ്റി എത്രയാണ്? എല്ലാം നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നത് ഒഴിവാക്കണം നിർബന്ധമില്ല. അതിൽ കപ്പാസിറ്റി നമ്പർ 1 എന്ന് പറയുന്നത് ഓൺ കപ്പാസിറ്റി ആണ്. രണ്ടാമത്തത് വേറെ ആളുകളുടെ കപ്പാസിറ്റി. ഏത് രീതിയിലാണ് നമുക്ക് വേറെ ആളുമായിട്ടുള്ള ഒരു കപ്പാസിറ്റി യൂസ് ചെയ്യാൻ പറ്റുക? മേ ബി ചിലപ്പോ നിങ്ങളുടെ തന്നെ ഒരു സഹോദര കമ്പനി ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെയുള്ള കപ്പാസിറ്റികൾ ഉണ്ടാവാം. അപ്പൊ ആ കപ്പാസിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നിങ്ങൾ ചിലപ്പോൾ കോമ്പറ്റർ വരെ ആവാം മേ ബി. അപ്പൊ ഇങ്ങനത്തെ ഒരു കപ്പാസിറ്റി നമുക്ക് യൂസ് ചെയ്തുകൊണ്ടും അത് ചെയ്യാം. അത് വലിയൊരു ഓർഡർ ആയിരിക്കും. അപ്പൊ അവരായിട്ടും നിങ്ങൾക്ക് കൂടിയിട്ട് ഒന്നിച്ചിരുന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൊളാബറേഷൻ കപ്പാസിറ്റികളുണ്ട്. കൊളാബറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ടോ പ്രൊഡക്ഷൻ ലൈനുമായിട്ടോ കൊളാബറേറ്റ്, ചില കമ്പനികളൊക്കെ ചൈനീസ് പ്രൊഡക്ഷൻ കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താറുണ്ട്. കാരണം അസംബ്ലി ഇന്ത്യയിൽ നടത്തുന്നു, അവിടുന്ന് കൊളാബറേറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്യുന്നു. അങ്ങനെ ഇവിടുന്ന് അസംബ്ലി ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അപ്പൊ ആപ്പിൾ ഫോൺ അടക്കം കൊളാബറേഷൻസ് മോഡലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇൻഹൗസിൽ ഓൺ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയോ ഇൻഹൗസിൽ തന്നെ ഇൻവെന്ററി വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പോകുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി, ബിസിനസ് മാർക്കറ്റിലെ അവസരത്തെ നിങ്ങളുടെ കപ്പാസിറ്റി ഉപയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കൂടെ ഏത് കപ്പാസിറ്റി ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ഈ ഓപ്പർച്യൂണിറ്റിനെ നിങ്ങൾ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റേണൽ സിസ്റ്റവും അഡ്മിനിസ്ട്രേഷനും നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ആ കസ്റ്റമേഴ്സ് നിങ്ങളുടെ മിസ്സാവും എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പൊ നമ്മൾ എവിടെ നിന്ന് ചെയ്യുന്നു എന്നുള്ളതല്ല, എങ്ങനെ ചെയ്യുന്നു എന്നും അത് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യാനുള്ള സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ സിസ്റ്റം സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഇൻഹൗസിൽ ഉണ്ടായിട്ട് പോലും നമ്മൾ ഫെയിലിയർ ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക.